ശ്രീ ഗുരുവായൂരപ്പാ ശരണം. മഹാപ്രഭോ. ശ്രീമന്നാരായണീയം രണ്ടാം ദശകം. ഭഗവദ് രൂപവർണ്ണനം. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക പ്രോത്ഭാതി ഫാലാന്തരം കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലൽ കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടര ശ്രീവത്സദീപ്രം ഭജേ. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമൽബാഹുചതുഷ്കസംഗത ഗദാശങ്കാരി പങ്കേരുവാം കാഞ്ചിൽ കാഞ്ചന കാഞ്ചിതാഞ്ചിതലസൽ പീതാംബരാലംബിനീമാലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിതം യത്ര ഇലോക്യമഹീയതോപിമഹിതം സമ്മോഹനം മോഹനാൽ കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യസുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം ഭുവനെ നഖസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ തത്താദൃങ്മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാവത കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാൽ അജാവലബലാച്ചാവല്യവാർത്തോദഹൂൽ ലക്ഷ്മീസ്താവകരാമണീയ ഹൃദൈവേയം പരേഷ്വസ്യതേത്യസ്മിന്നന്യദപി പ്രമാണം അധുനാ വക്ഷ്യാമി ലക്ഷ്മീപദേ. യേ ത്വധ്യാനഗുണാനുകീർത്തന രസാസക്താ ഹി ഭക്താജനാസ്തേഷ്വേഷാവസതിശ്ചിതൈവ ദൈതപ്രസ്താവദത്താദരാ. ഏവം ഭൂതമനോജ്ഞതാ നവസുധാ നിശ്ചന്ദ സന്തോഹനം ത്വദ്രൂപം പരിചിത്രസായനമയം ചേതോഹരം ശൃണ്വതാം. സത്യ പ്രേരയതേ മതിം മദയതേ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യഭിശീതബാഷ്പവിസരൈ ആനന്ദമൂർച്ഛോത്ഭവൈ. ഏവം ഭൂതതയാ ഹി ഭക്തിവിഹിതോ യോഗസ്ഥയോഗദ്വയാൽ കർമ്മജ്ഞാനമയാൽ മൃതോത്തമതരോ യോഗീശ്വരൈർഗീയതേ. സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മികാ ഭക്തി നിശ്രമമേവ വിശ്വപുരുഷൈ ലഭ്യാരമാവല്ലഭ. നിഷ്കാമം നിയതസ്വധർമ്മചരണം യൽ കർമ്മയോഗാഭിതം തദ്ദൂരേത്യഫലം യദൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാതു ദുർഗമതരം ചിത്തസ്യ തസ്മാദ് വിഭോ ത്വൽപ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയ ശ്രീശ്രേയസീ. അത്യായാസകരാണി കർമ്മപടലാന്യാചര്യനിജന്മലാബോധേ ഭക്തിപഥേ തവാപ്യുജിതതാമായാന്തി കിം താവതാ ദൃഷ്ട്വാ തർക്കപദേ പരം തവ വപു ബ്രഹ്മഖ്യമന്യേ പുനഃസ്ഥിതാർദ്രത്വമൃതേ വിജിഞ്ജ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരൈഃ. ത്വൽഭക്തിസ്തു കഥാരസാമൃതശരീരമജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീം അക്ലേശതസ്തന്വതീ സത്യസിദ്ധികരീ ജയത്यै വിഭോ. സയുമാസ്തു മേ ത്വൽപദ പ്രേമ പ്രൗഢിരസാർദ്രത ദ്രുതതരം വാതാലയാധീശ്വര. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ നാരായണ നാരായണ. ശ്രീമന്നാരായണീയം രണ്ടാം ദശകം. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക പ്രോത്ഭാസി ഫാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലൽ കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമൽബാഹുചതുഷ്കസംഗത ഗദാശങ്കാരി പങ്കേരുഹാം കാഞ്ചിൽ കാഞ്ചന കാഞ്ചിലാഞ്ചിത
ലസൽപീതാംബരാലംബിനീമാലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിതം യത്രൈലോക്യമഹീയസോऽപിമഹിതം സമ്മോഹനം മോഹനാൽ കാന്തം കാന്തിനിധാനതോऽപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോऽപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോऽപ്യാശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ തത്താദൃങ്മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവീ പരമോത്സുകാചിരതരം നാസ്തേഷു ഭക്തേഷ്വപി തേനാസ്യാപദം കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ജഗപ്രേമസ്ഥൈര്യമയാ തഥാപലബലാ ചാപല്യവാർത്തോദഭൂൽ ലക്ഷ്മീസ്താവകരാമണീയഹൃദൈ വേയംബരേഷ്വസ്ഥിരേത്യസ്മിന്നന്യദപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ യേ ത്വദ്ധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാസ്വേഷേഷാം തേഷ്വേഷാ വസതി സ്ഥിരൈവ ദയിതഃപ്രസ്താവദത്താദരാം ഏവം ഭൂതമനോച്യതാനവസുധാ നിഷ്യന്തസന്തോഹനം ത്വദ്രൂപം പരചിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം സദ്യ പ്രേരയത്തെ മതിം മദയത്തെ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യപി ശീതപാർശ്വവിസരൈരാനന്ദമൂർച്ഛോത്ഭവൈഃ ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിഹിതോ യോഗസ്യ യോഗദ്വയാൽ കർമ്മജ്ഞാനമയാൽ ഭൃശോത്തമതരോ യോഗീശ്വരൈർഗീയത്തെ സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മിക ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈർലഭ്യാരമാവല്ലഭാം നിഷ്കാമം നിയതസ്വധർമ്മചരണം യത്കർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യദൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാൽ വിഭോ ത്വൽപ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി അത്യായാസകരാണി കർമ്മപടനാന്യാചാര്യനിര്യന്മലാബോധേ ഭക്തിപഥേഥവാപ്യുജിതതാം ആയാന്തി കിം താവതാം പൃഷ്ട്വാ തർക്കപഥേ പരം തവ വപുർബ്രഹ്മാഖ്യമന്യേ പുനശ്ചിത്താർദ്രത്വമൃതേ വിജിഞ്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരൈഃ ത്വൽഭക്തിസ്തു കഥാരസാമൃതധരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീമക്ലേശതസ്തന്വതി സദ്യസിദ്ധികരീ ജയത്യൈ വിഭോ സൈവാസ്തു മേ ത്വൽപദപ്രേമപ്രൗഢി രസാർദ്രതാദ്രുതതരം വാതാലയാധീശ്വരാം സർവത്ര ഗോവിന്ദനാം സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അതിമനോഹരമായിട്ടുള്ള രണ്ടാമത്തെ ദശകം ശ്രീമദ് നാരായണത്തിലെ ഭഗവാന്റെ മഹത്വങ്ങളെ വർണ്ണിക്കുകയാണല്ലോ. ഒന്നാമത്തെ ദശകത്തിൽ നമ്മൾ ഭഗവാന്റെ രൂപവും ആ മഹത്വവും ഭഗവാന്റെ ആ ഒരു വിഭൂതി ഒക്കെ നമ്മൾ കണ്ടു. ഭഗവാൻ എന്നുള്ള പേരിന് അർഹനായിട്ടുള്ളവനാണ് ഈ സാക്ഷാൽ ഗുരുവായൂരപ്പൻ എന്നതാ മേൽപ്പത്തൂർ ഭട്ടതിരി ഓർക്കണു. അങ്ങനെ ഭഗവാന്റെ മനോഹരമായിട്ടുള്ള രൂപത്തെ വർണ്ണിച്ചതിന് ശേഷം ഈ രണ്ടാമത്തെ ദശകമായപ്പോഴേക്കും ആ ഭഗവാനിലാണ് നമ്മൾ ഭക്തി വളർത്തിയെടുക്കേണ്ടത് എന്ന് പ്രത്യേകം സ്ഥാപിച്ചെടുക്കുകയാണ് ഇവിടെ ഗ്രന്ഥകർത്താവ്. ഭക്തിയുടെ വിശേഷത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത് എന്നർത്ഥം. ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങൾ ഭഗവാന്റെ സ്വരൂപ വർണ്ണനയും വർണ്ണിക്കുന്നു.
ആ രൂപം എങ്ങനെയാണ് ഭക്തന്മാർക്ക് കൗതുകകരമായി തീരുന്നത് എന്ന് ബാക്കിയുള്ള 3 ശ്ലോകങ്ങൾ, 5 വരെയുള്ള ശ്ലോകങ്ങളിൽ കൂടെ പറയുന്നു. മാത്രമല്ല, ഈ രൂപം കണ്ടു കഴിഞ്ഞാൽ മനസ്സിന് നല്ല ആനന്ദം ലഭിക്കും. ആനന്ദം പകരുന്ന മനോഹര രൂപസ്വരൂപമാണ് ഭഗവാന്റെ എന്ന് 6ാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നു. പിന്നീടുള്ള 4 ശ്ലോകങ്ങളിൽ ആ ഭഗവാനിൽ ഉണ്ടാകുന്ന ഭക്തിയുടെ മേന്മയും ഒക്കെ വെളിവാക്കുകയാണ്. എന്തായാലും ഇവിടെ പറയുന്നത് കർമ്മയോഗ ആണെങ്കിലും ശരി, ജ്ഞാനയോഗ ആണെങ്കിലും ഭക്തിയോഗം ഒക്കെ ഭഗവാനെ പ്രാപിക്കാനുള്ള മാർഗങ്ങളാണെങ്കിലും അതിൽ ഭക്തിയോഗം തന്നെയാണ് വിശേഷം എന്നാണ് മേൽപ്പത്തൂർ ഇവിടെ പറഞ്ഞു മനസ്സിലാക്കുന്നത്. ഭക്തിയോഗത്തെ പോലെ തന്നെ എളുപ്പവും ശ്രേഷ്ഠവും ആയിട്ടുള്ള മാർഗങ്ങൾ വേറെ ഇല്ല. ഭഗവാനെ ആശ്രയിക്കുക, അതാണ് വേണ്ടത് എന്ന് ഇതാ വർണ്ണിക്കണു, വിസ്തരിച്ച് സ്ഥാപിക്കണു. ദശകം 2-ാമത്തേൽ ഭാഗവതത്തിൽ എന്ന പോലെ തന്നെയാണ് ഭക്തിയുടെ പ്രാധാന്യം തന്നെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. നാരായണീയത്തിലും ഭക്തന്മാരുടെ നിരന്തരമായിട്ടുള്ള ധ്യാനവും ആ പരിശീലനവും അതിൻ്റെയൊക്കെ ഫലമായിട്ട് സന്ദർഭം കിട്ടുന്ന സമയത്തൊക്കെ ഭഗവാന്റെ രൂപവർണ്ണന അത് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിരിക്കുന്നു നാരായണീയത്തിൽ. ഭാഗവതത്തിലും കുറവൊന്നുമില്ല, ധാരാളം ഭാഗങ്ങൾ നമുക്ക് കാണാം ഭഗവാന്റെ മനോഹാരിത വർണ്ണിച്ചുകൊണ്ട്, ഭഗവാനെ സ്തുതിക്കുന്ന എല്ലാ സ്തുതികളിലും ഭഗവാന്റെ മഹത്വം വർണ്ണിച്ചുകൊണ്ടാണ്. ഏതായാലും നമുക്ക് ഓരോ ശ്ലോകങ്ങളായിട്ട് നോക്കാം. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക പ്രോത്ഭാസി ഭാലാന്തരം. സൂര്യസ്പർദ്ധി, സൂര്യനേക്കാൾ സ്പർദ്ധി എന്ന് പറഞ്ഞാൽ ശോഭ എന്നൊക്കെ അർത്ഥം, പ്രകാശം. അങ്ങനെയുള്ള കിരീടമാണ് ഭഗവാൻ ഗുരുവായൂരപ്പൻ ധരിച്ചിരിക്കുന്നത്. സൂര്യസ്പർദ്ധി കിരീടം, ഊർധ്വതിലകം, ഗോപിക്കുറിയൊക്കെ ചാർത്തിരിക്കണം ഊർധ്വമായിട്ട്. 2 വിധത്തിലും ചന്ദനം കുറിയിടാറുണ്ടല്ലോ, തിരശ്ചീനമായിട്ടും ഊർധ്വമായിട്ടും. ഗോപിയാകുമ്പോൾ മുകളിലേക്കാണല്ലോ ചാർത്തുക. അങ്ങനെ ചാർത്തിയിരിക്കുന്ന ആ മനോഹരമായിട്ടുള്ള നെറ്റിത്തടം, ഊർധ്വ തിലകപ്രോത്ഭാസി ഭാലാന്തരം, വളരെയധികം തിളങ്ങുന്ന ആ ഭാലം എന്ന് പറഞ്ഞാൽ നെറ്റിത്തടം. കാരുണ്യാകുലനേത്രം, ഭഗവാന്റെ ആ നേത്രത്തിൻ്റെ ഒരു മനോഹാരിത, അവിടുന്ന് ഇങ്ങനെ കാരുണ്യം ഇങ്ങനെ കവിഞ്ഞൊഴുകുകയാണ്. ദയ, കാരുണ്യം എന്ന് പറഞ്ഞാൽ ദയ, ആർദ്രത. അവിടുന്ന് അങ്ങോട്ടൊന്ന് നോക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സ് കുളിർമ ലഭിക്കുകയും. ആർദ്രഹസിതോല്ലാസം, ആർദ്രത എന്നർത്ഥം, കുളിർമ തന്നെ എൻ്റെ അർത്ഥം. ആർദ്രഹസിതോല്ലാസം, ആർദ്രമായിട്ടുള്ള ഹസിതം, പുഞ്ചിരിയോട് കൂടിയിട്ടുള്ള പുഞ്ചിരിയുടെ പ്രകാശം. സുനാസാപുടം, ആ നാസികാഭാഗം. ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം, 2 മകരകുണ്ടലങ്ങൾ, മകരാഭകുണ്ടലയുഗം. എന്തൊരു മനോഹാരിതയാണ്, എന്ത് ശോഭയാണ് ആ മകരകുണ്ടലങ്ങളൊക്കെ എന്ന് നോക്കൂ. കവിൾത്തടങ്ങളിങ്ങനെ പ്രതിഫലിച്ച് കാണുന്നു ആ പ്രഭ. കാതിൽ ധരിച്ചിരിക്കുന്ന കുണ്ടലങ്ങളുടെ പ്രഭ കവിൾത്തടത്തിലിങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. കണ്ഠോജ്വലൽ കൗസ്തുഭം, കണ്ഠത്തിലെ കൗസ്തുഭം ചാർത്തിയിരിക്കുന്നു. കണ്ഠത്തിൻ്റെ പ്രകാശമൊക്കെ അതിൻ്റെ വഴിക്ക് ആ ശോഭ കൂട്ടുന്നതാണ് അർത്ഥം കൗസ്തുഭം. വനമാല്യഹാര പടല ശ്രീവത്സദീപ്രം, വനമാല. വനമാല എന്ന് പറഞ്ഞാൽ വളരെ നീളമുള്ള മാലയ്ക്കാണ് വനമാല എന്ന് പറയുക. പാദം വരെ നീളം ഉണ്ടാവും എന്നാ പറയുക. ഭഗവാന്റെ കണ്ഠത്തിൽ നിന്ന് പാദം വരെ നീളത്തിൽ ഉള്ള വനമാല, മുത്തുമാലകള്, പിന്നെ ശ്രീവത്സം എല്ലാം ഉണ്ട് ഭഗവാന്. എല്ലാ അലങ്കാരങ്ങളാലും ഇതാ പ്രകാശിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാന്റെ രൂപം ത്വദ്രൂപം, ആ രൂപം ഭജിക്കൂ എന്ന് പറയണം. ഞാൻ നിരന്തരമായിട്ട് അതന്നെയാണ് ധ്യാനിക്കണത്. അഹം ഭജേ എന്ന് പറയാമെങ്കിൽ നെന്തിരുവടിയുടെ സാക്ഷാൽ വൈകുണ്ഠ സ്വരൂപത്തെ ഞാനിതാ ഭജിക്കണു ഗുരുവായൂരപ്പ. അങ്ങയുടെ മനോഹരമായിട്ടുള്ള ഗോപിക്കുറി, പൊൻകിരീടം, മകരകുണ്ടലം, കൗസ്തുഭം, വനമാല, ശ്രീവത്സം, എല്ലാ അലങ്കാരങ്ങളോടും കൂടിയിട്ടുള്ള ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ ആ രൂപം, ചന്ദനൊക്കെ ചാർത്തിയിട്ട് നിൽക്കുന്ന രൂപമുണ്ടല്ലോ, പൂജ കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന മനോഹരമായിട്ടുള്ള രൂപം, അതിനെ ഇങ്ങനെ സ്മരിക്കുകയാണ്.
ഇതാ വല്യമ്പലത്തിരുന്നുകൊണ്ട് മേൽപ്പത്തൂർ ഭട്ടതിരി ആ ശ്രീകോവിലേക്ക് നോക്കിക്കൊണ്ടിങ്ങനെ ആനന്ദ പുളകിതനായി തീരുകയാണ്. മകരമത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള കർണാലങ്കാരാണ് അത്രേ. അതുപോലെ തന്നെ കൗസ്തുഭം എന്നുള്ള രത്നം, ആ രത്നത്തിൻ്റെ വിശേഷം വനമാല. എല്ലാ ഋതുക്കളിലും ഉണ്ടാകുന്ന പൂക്കളെ കൊണ്ടാണ് അത്രേ ഈ വനമാല ഉണ്ടാക്കുന്നത്. അതിങ്ങനെ കോർത്ത് നല്ല തിക്കായിട്ട് കോർത്തുണ്ടാക്കുന്നതാണ് വനമാല. വളരെ നീളം ഉണ്ടാവുന്നതാണ്. പിന്നെ ശ്രീവത്സം എന്നുള്ള മറുവാണ്. അതറിയാലോ, ഭൃഗുവിൻ്റെ കഥയൊക്കെ നമുക്കറിയാലോ. ഭൃഗു മഹർഷി ത്രിമൂർത്തികളിൽ ആരാണ് ശ്രേഷ്ഠൻ എന്നറിയാൻ വേണ്ടി പരീക്ഷണത്തിന് പോയപ്പോൾ മഹാവിഷ്ണു തന്നെയാണ് ശ്രേഷ്ഠനെന്ന് കണ്ടുപിടിച്ചു എന്നാണ് അദ്ദേഹം. താൻ ചെന്നപ്പോൾ അവിടെ കിടന്നുറങ്ങുകയായിരുന്ന മഹാവിഷ്ണുവിൻ്റെ മാറത്ത് കയറി ചവിട്ടാൻ പോലും മടിയുണ്ടായില്ല ഭൃഗുവിന്. എന്നിട്ട് പോലും ഭഗവാൻ കോപിച്ചില്ല എന്നർത്ഥം. തൻ്റെ മാറത്ത് ചവിട്ടിയിട്ട് പോലും, അയ്യോ മഹർഷി, അറിഞ്ഞില്ല, ഞാൻ ഉറങ്ങിപ്പോയി, അങ്ങയുടെ പാദങ്ങൾക്ക് നൊമ്പരമുണ്ടായോ, വേദനയുണ്ടായോ എന്ന് ചോദിച്ചുകൊണ്ട് ആ പാദങ്ങളെ തടവിക്കൊടുത്ത ഭഗവാന്റെ ക്ഷമ, ഭഗവാന്റെ ആ ഒരു എന്താ പറയുക സഹനശക്തി, അതൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ആ കഥയിൽ കേട്ടിട്ടുണ്ടല്ലോ. അതിന് ഉടമയായിട്ടുള്ള ഭഗവാൻ ഗുരുവായൂരപ്പൻ. അപ്പോൾ എത്രയാണ് ഭഗവാന്റെ മഹത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാക്കുകളെ കൊണ്ട് വർണ്ണിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കില്ല. രണ്ടാമത്തെ ശ്ലോകത്തിൽ കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത. കേയൂരം, അങ്കദം, കൈവളകള്, ശ്രേഷ്ഠങ്ങളായിട്ടുള്ള മറ്റുള്ള വളകള്, മഹാരത്നാങ്കുലീയം, മഹാരത്നങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അങ്കുലീയം, മോതിരങ്ങള്, അതുകൊണ്ടൊക്കെ നിറഞ്ഞ് അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന തൃക്കൈകള്. ആ തൃക്കൈയില് ഗദാശംഖാരി പങ്കേരുഹാം, ഗദ, ശംഖ്, ചക്രം, താമരപ്പൂവ്, അതുകൊണ്ടൊക്കെ ശോഭിക്കുന്നതായിട്ട് കൈകളാണ് ഭഗവാന്റെ. 4 കൈകളാണല്ലോ ഭഗവാന്. ആ 4 കൈകളിലും ഓരോരോ ആയുധങ്ങൾ പിടിച്ചിരിക്കണം. ശംഖ്, ചക്ര, ഗദാപത്മങ്ങൾ, അതെല്ലാം ശോഭിച്ചുകൊണ്ട് മനോഹരമായിട്ടുള്ള പ്രഭ വിടർത്തിക്കൊണ്ട് ഇത്തരം ആയുധങ്ങളും കയ്യിൽ ധരിച്ചിരിക്കുന്ന വളകൾ, വിരലുകളിലൊക്കെ ധരിച്ചിരിക്കുന്ന മോതിരങ്ങൾ, അതിൻ്റെ പ്രകാശം മാത്രമല്ല, കാഞ്ചന കാഞ്ചിലാഞ്ചിത ലസൽപീതാംബരാലംബിനിയും, വളരെ കാഞ്ചനമായിട്ടുള്ള, പൊന്നുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള, കാഞ്ചിലാഞ്ചിതമായിട്ടുള്ള, കാഞ്ചി എന്ന് പറഞ്ഞാൽ എന്താ, പ്രകാശം അല്ലേ, പ്രകാശം വിതറുന്ന പൊന്നരഞ്ഞാണ്. അരഞ്ഞാണൊക്കെ അരയിൽ ചാർത്തിയിട്ടുണ്ട്. വളരെയധികം അലങ്കൃതമായിട്ടുണ്ട്. പീതാംബരം, മഞ്ഞപ്പട്ട് ചാർത്തിയിട്ടുണ്ട്. ഭഗവാന്റെ ഒരു പ്രത്യേക യൂണിഫോമാണല്ലോ മഞ്ഞപ്പട്ട്. ആ മഞ്ഞപ്പട്ട് ചാർത്തിയിട്ടുള്ള ഭഗവാൻ. വിമലാംബുജദ്യുതിപദാം, ഭഗവാന്റെ പാദങ്ങൾ നിർമ്മലമാണ്. നിർമ്മലമായിട്ടുള്ള താമരപ്പൂ പോലെയാണ് അത്രേ പാദങ്ങളുടെ മനോഹാരിത. ആർത്തിച്ഛിതം, ആർത്തി എന്ന് പറഞ്ഞാൽ ദുഃഖം, വിഷമം എന്നൊക്കെ അർത്ഥം. ദുഃഖത്തെ, വിഷമത്തേക്ക് ഉന്മൂലനം ചെയ്യുന്നതായിട്ടുള്ള ഭഗവാന്റെ രൂപം. കാഞ്ചിൽ, അതിനെ വിസ്തരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിനെ വിസ്തരിക്കാൻ അറിയില്ല എന്ന് മേൽപ്പത്തൂർ ഭട്ടതിരി പോലും പറയുന്നു. വാക്കുകളെ കൊണ്ട് വിവരിക്കാൻ പറ്റാത്ത അത്ര മഹിമയുള്ള അങ്ങയുടെ മൂർത്തിം അഹം ആലംബേ, അങ്ങയുടെ ആ രൂപത്തെ ഞാനിതാ ആശ്രയിക്കുന്നു. എല്ലാവിധത്തിലുള്ള അലങ്കാരങ്ങളോടുകൂടി കേയൂരം, മംഗതം, അങ്കുലീയം, അതെല്ലാം, അതുപോലെ തന്നെ വിരലുകളിൽ നിറയുള്ള ഹസ്താഭരണങ്ങൾ, കയ്യിലുള്ള ഹസ്താഭരണങ്ങളും വിരലുകളിലുള്ള അങ്കുലീയങ്ങളും. ഭഗവാന്റെ സ്വരൂപത്തിൻ്റെ ഒരു എത്രയാണ് വർണ്ണിച്ച് പൂർത്തീകരിക്കേണ്ടത് എന്നറിയില്ല. പൂർത്തീകരണം വരില്ല എന്നർത്ഥം. വീണ്ടും വീണ്ടും വർണ്ണിക്കാൻ തോന്നും. കേശാദിപാദം, അതുപോലെ പാദാദി കേശം വർണ്ണന നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടല്ലോ, ഭാഗവതത്തിലും കേട്ടിട്ടുണ്ട്. ഇത്തരം ശ്ലോകങ്ങൾ അനവധി സന്ദർഭങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
ഇപ്പോൾ മൂന്നാമത്തെ സ്കന്ധത്തിൽ, ഭാഗവത്തിൽ മൂന്നാമത്തെ സ്കന്ധത്തിൽ കപിലോപദേശമുള്ള സ്ഥലത്തൊക്കെ ആ ധ്യാനിക്കേണ്ട ഒരു ഭാഗമൊക്കെ വർണ്ണിക്കുന്നുണ്ടല്ലോ, വളരെ മനോഹരമായിട്ട്. പാദാദികേശം, കേശാദിപാദം ധ്യാനിക്കണം ഭഗവാന്റെ എന്നാണല്ലോ പറയാം. സഞ്ചിന്തയൽ ഭഗവതശ്ചരണാരവിന്ദം വജ്രാങ്കുശധ്വജസരോരുഹലാഞ്ചനാഢ്യം ഉത്തുംഗരക്തവിലസന്നഖചക്രവാളജ്യോത്സ്നാഭി ആഹതമഹൽ ഹൃദയാന്ധകാരം. ഇത്ര മനോഹരമാണല്ലേ ആ ശ്ലോകം. തൃതീയ സ്കന്ധത്തിലെ 28-ാമത്തെ അധ്യായത്തില് 21-ാമത്തെ ശ്ലോകമാണത്. വജ്രാങ്കുശ ധ്വജസരോരുഹലാഞ്ചനാഢ്യം, വജ്രായുധം, തോട്ടി, കൊടിക്കൂറ, താമരപ്പൂവ്, ഇത്തരം രേഖകളോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ ആ ഉയർന്ന് തുടുത്തു നിൽക്കുന്ന നഖാവലികളിൽ നിന്ന് പുറപ്പെടുന്ന ചന്ദ്രിക, ഹൃദയത്തിലുള്ള മഹത്തായിട്ടുള്ള ആ പ്രകാശം, ഇരുട്ടിനെയൊക്കെ നശിപ്പിക്കുന്നതായിട്ടുള്ള പ്രകാശം എന്നർത്ഥം. ആഹതമഹൽ ഹൃദയാന്ധകാരം. അതുപോലെ ഭഗവാന്റെ ചരണാരവിന്ദം, അതെല്ലാം ധ്യാനിക്കണം എന്ന് പറയാണ്. അങ്ങനെ പാദം മുതൽ ഓരോരോ അംഗങ്ങളായിട്ടെങ്ങനെ ധ്യാനിക്കണം എന്നാണല്ലോ അവിടെ പറയണത്. പാദം, കാൽമുട്ടുകള്, തുട, നിതംബഭാഗം, നാഭി, കൈകള്, കൗമോദകി എന്നുള്ള ഗദ, വനമാല, കൗസ്തുഭം, എല്ലാം ഓരോന്നും അവിടെ എടുത്തു പറയുന്നുണ്ട്. അവസാനം ധ്യാനം എവിടെ ചെന്ന് നിൽക്കണം? ഭഗവാന്റെ പുഞ്ചിരിയിൽ നിൽക്കണം എന്നാണ് പറയുക. ഹാസം ഹരേ അവനതാഖില ലോക തീവ്രശോകാശ്രു സാഗരവിശോഷണമത്യുദാരം സമ്മോഹനായ രചിതം നിജമായയാസ്യ ഭ്രൂമണ്ഡലം മുനികൃതേ മകരധ്വജസ്യ. അങ്ങനെ മനോഹരമായിട്ടുള്ള ഭഗവാന്റെ വർണ്ണനകൾ. ഇതൊരു ഉദാഹരണം പറഞ്ഞു മാത്രം. ഇതുപോലെ തന്നെ അനവധി ഉദാഹരണങ്ങൾ നമുക്ക് ഭാഗവത്തിൽ നിന്നും കോട്ട് ചെയ്യാനുണ്ടാവും. എത്ര വർണ്ണിച്ചാലും തീരാത്ത ആ അവസ്ഥ. ഇപ്പൊ ധ്രുവനൊക്കെ ഉപദേശിച്ചു കൊടുക്കണ്ടായില്ല, നാരദ മഹർഷിയൊക്കെ ഉപദേശിച്ചു കൊടുക്കണ്ടായി ധ്രുവന്. പ്രസാദാഭിമുഖം ശൽപ്രസന്നവദനേ ക്ഷണം സുനാസം സുഭ്രുവം ചാരു കപോലം സുരസുന്ദരം. ഓരോ ഭാഗങ്ങളും വർണ്ണിച്ചുകൊണ്ട് നാരദ മഹർഷി ആ പിഞ്ചു പൈതലിന് 5 വയസ്സല്ലേ ഉള്ളൂ, ഭഗവാന്റെ രൂപം ഏതാണെന്ന് പോലും അറിയാത്ത ഉണ്ണിക്ക് ഭഗവത് സ്വരൂപം വിസ്തരിച്ച് വർണ്ണിച്ചു കൊടുത്തു ഭഗവാൻ, നാരദ മഹർഷി എന്നർത്ഥം. അപ്പം അങ്ങനെയുള്ള ഒരു രൂപവർണ്ണന, ആ രൂപവർണ്ണനയുടെ ഒരു ഭാവം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. യത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനാൽ കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേ ന കസ്യ കൗതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ഭഗവാനോട് പറയണേ, ഹേ വിഷ്ണു വിഭോ, അല്ലയോ ഗുരുവായൂരപ്പ, ഈ 3 ലോകത്തിലും ത്രൈലോക്യമഹീയസ അഭിമഹിതം, ലോകത്തിൽ വെച്ച് 3 ലോകത്തിലും ത്രിലോകത്തിലും വെച്ച് ഏതാണോ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള, ഇനി വിശേഷിപ്പിക്കാനില്ലാത്തൊരവസ്ഥയിലിരിക്കുന്ന, മോഹനാൽ സമ്മോഹനം, മോഹനമായത്, അതിനേക്കാൾ മോഹനമായത്, മനോഹരമായിട്ടുള്ളത് എന്നർത്ഥം. കാന്തിനിധാനത അഭി കാന്തം, തേജസ് എന്ന് പറഞ്ഞാൽ, പ്രകാശം എന്ന് പറഞ്ഞാൽ അത് വഴിഞ്ഞൊഴുകുന്നതിനേക്കാൾ തേജസ്വിയായിട്ടുള്ള എന്ന് പറഞ്ഞാൽ എന്താ, സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ് എല്ലാ വിശേഷണങ്ങളും. മാധുര്യധുര്യാദപി, മാധുര്യത്തിനേക്കാൾ മധുരം, മാധുര്യധുര്യാൽ. അതുപോലെ സൗന്ദര്യോത്തരതോപി സുന്ദരതരം, ആ വാക്കുകളുടെയൊക്കെ ഒരു ഭംഗി ആലോചിച്ച് നോക്കൂ. സൗന്ദര്യോത്തരതോപി സുന്ദരതരം, സുന്ദരമായത് എന്ന് പറഞ്ഞാൽ തന്നെ മതി, എല്ലായി. അതിനേക്കാൾ സുന്ദരം എന്നാണ് പറയണത്. സുന്ദരത്തിനേക്കാൾ സുന്ദരമായിട്ടുള്ള അത്ഭുതകരമായിരിക്കുന്ന ആ ഭഗവാന്റെ വിഗ്രഹം, ആ ഗുരുവായൂരപ്പൻ്റെ രൂപം ആർക്കാ ഇത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുക? ഭുവനേ കസ്യ കൗതുകം, ഇത് കണ്ടിട്ട് ആർക്കാണോ സന്തോഷം തോന്നാതിരിക്കുക, ആർക്കാണ് കൗതുകം തോന്നാതിരിക്കുക? ഈ സർവവ്യാപിയായിട്ടുള്ള സർവശക്തനായിട്ടുള്ള ആ ഭഗവാനെ, ആ രൂപം
ഭഗവാന്റെ രൂപം ആ സകല ധ്യാനം തന്നെയാണ് അവിടെ എന്നർത്ഥം. സകല രൂപം. ആ സകല രൂപത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്താണ് ലഭിക്കുന്നത് എന്നാണെങ്കിൽ നിഷ്കളമായിട്ടുള്ളൊരു ആനന്ദമാണ് എന്ന് വ്യക്തമാക്കുകയാണ്. നിഷ്കള രൂപത്തിൽ നിന്ന് നമുക്ക് മനുഷ്യർക്ക് ആനന്ദം അനുഭവിക്കാൻ വളരെ പ്രയാസമാണല്ലോ. അതിനൊരു മാധ്യമം വേണം. ആ മാധ്യമമാണ് ഇതാ ഭഗവാന്റെ ഈ മനോഹരമായിട്ടുള്ള രൂപം. ഈ രൂപം ധ്യാനിക്കുന്നതോടുകൂടി മനസ്സിൽ ആ നിർഗുണമായിട്ടുള്ള നിഷ്കളമായിട്ടുള്ള ആ ആനന്ദ അവസ്ഥ അത് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും എന്ന് മേൽപ്പത്തൂർ ഭട്ടതിരിത 3-ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് വ്യക്തമാക്കി തരുന്നു. അങ്ങനെയുള്ള ആ ഭഗവാന്റെ രൂപം ത്രിലോകത്തിനും അതിശയായിട്ടിരിക്കുന്ന ആ ഭഗവാന്റെ രൂപം ആർക്കും കൗതുകപ്രദമാണ് എന്ന് 2 ശ്ലോകങ്ങളെ കൊണ്ട് പറയണം. 4-5 ശ്ലോകങ്ങൾ. തത്താദർ മധുരാത്മകം തവ വപു സംപ്രാപ്യ സൻപന്മയീ സാ ദേവീ പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി. തത്താദർ മധുരാത്മകം ആദ്യം പറഞ്ഞില്ല, ഇതിനു മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞില്ല. അതുകൊണ്ട് കിട്ടുന്നൊരു അനുഭൂതി, ആ രൂപദർശനം മൂലം കിട്ടുന്ന അനുഭൂതി അത് വർണ്ണിക്കാൻ സാധിക്കില്ല എന്ന് പറയാണ്. ആനന്ദമയമാണ് ആ ഭഗവാന്റെ വിഗ്രഹം, ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം. സംപ്രാപ്യ അത് ലഭിച്ചിട്ട് സമ്പന്മയീ സാ ദേവി, സമ്പദ് സ്വരൂപിണിയായിട്ടുള്ള ലക്ഷ്മി ദേവി അങ്ങയില് പരമോത്സുക, അങ്ങയിലിതാ വളരെയധികം ആനന്ദത്തോടു കൂടിയിരിക്കുന്നു, അനുരക്തയായിട്ടിരിക്കുന്നു. അതുകൊണ്ട് പറയാണ് സ്വഭക്തേഷു അപ്പി ചിരതരം നാസ്തേ. ആ ലക്ഷ്മി ദേവിക്ക് ഇപ്പോൾ എവിടേക്കും പോകണമെന്നില്ല എന്നാണ് പറയുന്നത്. ഭക്തന്മാരുടെ അടുത്ത് പോലും ലക്ഷ്മി ദേവിക്ക് പോകാൻ വളരെ അമാന്താണ്, താമസമാണ്. വിളിച്ചാലും വരില്ല എന്നാണ്. എത്ര വിളിച്ചാലും ഞാൻ പിന്നെ വരാം എപ്പോൾ വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലാതെ മടിയാണ് അത്രേ ഭഗവാന്റെ ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോകാൻ. അങ്ങനെയുള്ള ഭഗവാനെ, സർവശക്തനായിട്ടുള്ള ഹേ വിഭോ അച്യുത, ശ്രുതിയില്ലാത്തവനെ, അച്യുതനായിട്ടുള്ള നാശമില്ലാത്തവനെ, അങ്ങനെയുള്ള ഭഗവാനെ ഈ അനുരാഗം മൂലം ലക്ഷ്മീദേവി ചപലയാവാതെ, ചാബല്യമില്ലായ്മയുടെ ശക്തി കൊണ്ട് അങ്ങനെ അങ്ങിൽ തന്നെ ഇരിക്കണം. അതുകൊണ്ട് പലരും പറയും ലക്ഷ്മീദേവി ചപലയാണെന്നും പറയും. ചാബല്യമില്ലാത്ത അവസ്ഥയിൽ ഇരിക്കുന്നത് കണ്ടിട്ട് പോലും ലക്ഷ്മീദേവി ചപലയാണ് എന്നൊക്കെ പറയുന്നവരാണ് ഭക്തന്മാർ പലരും. കഷ്ടം എന്ന് പറയാം. ചപലയില്ലാത്ത ദേവിയെ കണ്ടിട്ട് ചപലയാണെന്ന് പറയുന്ന ഒരു വൈരുദ്ധ്യമുണ്ടല്ലോ, അത് വളരെ കഷ്ടമാണ്. അപ്പൊ അങ്ങനെയുള്ള ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം പോലും നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം തന്നെ വേണം. ലക്ഷ്മീ സ്ഥാവകരാമണീയ ഹൃദൈവേയം പരേശ്വസ്ഥിരേ. ലക്ഷ്മീദേവി പതിയായിട്ടുള്ള ഭഗവാനോട് പറയാണ്, ലക്ഷ്മീപതേ, ഈ ലക്ഷ്മി അങ്ങയുടെ ഈ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചിട്ടല്ലേ മറ്റുള്ളവരുടെ അടുത്തേക്ക് അവിടെ പോയി ഉറച്ചു നിൽക്കാത്തത്? ഏതൊരാൾക്കാരാണോ അങ്ങയുടെ ധ്യാനത്തിലും അവിടുത്തെ ഗുണങ്ങളെ പാടിപ്പകർത്തുന്നതിലൊക്കെ രസം കണ്ടുകൊണ്ട് അങ്ങയുടെ ഭക്തന്മാരായിട്ടിരിക്കുന്നത്, അവരിൽ ഈ ലക്ഷ്മി ദേവി അങ്ങയുടെ വാർത്തകൾ കേൾക്കാൻ വേണ്ടിയിട്ടെങ്കിലും ആ അങ്ങയുടെ പറ്റി ഭക്തന്മാർ പറയുന്ന സമയത്തെങ്കിലും ശ്രദ്ധിക്കുന്നതായിട്ടായിരിക്കണു. അങ്ങയെ വിട്ടുപിരിയാതെ പറ്റിക്കൂടുന്നത്. എന്തിനാണ് പറ്റിക്കൂടുന്നത്? അങ്ങയുടെ മഹത്വം കേൾക്കാൻ. താവക രാമണീയക ഹൃദാ ഏവ, അങ്ങയുടെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചിട്ട് തന്നെയാണ് അർത്ഥം ലക്ഷ്മീദേവി അങ്ങനെ ഇരിക്കുന്നത്. പരേഷു അസ്ഥിര, മറ്റുള്ളവരിലാണെങ്കിൽ ഉറച്ചു നിൽക്കണമില്ല ലക്ഷ്മീദേവി എന്ന് പറഞ്ഞല്ലോ. അതിന് കാരണം ഇതാണ്. ഇനി വേറൊരു കാരണം കൂടി വേണമെങ്കിൽ പറയാം. ഏ ജന ധ്യാനഗുണാനുകീർത്തന രസാസക്ത, അങ്ങയുടെ ധ്യാനത്തിൽ അങ്ങയുടെ ഗുണങ്ങളെ പാടി പുകഴ്ത്തിക്കൊണ്ട് ഉണ്ടാകുന്ന രസം കൊണ്ട് ഭക്തന്മാരായി ചേർന്നിട്ടുള്ളവര് അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ, ഭഗവാനെ വാഴ്ത്തുന്നത് കേട്ടുകൊണ്ടിരിക്കാൻ താല്പര്യം കൊണ്ട് അങ്ങയുടെ വാർത്തകൾ എപ്പൊക്കെ ഉണ്ടാകുന്നുവോ തേഷു യേഷാം ദൈതപ്രസ്താവൽ ദത്താതരാം,
അങ്ങനെ അങ്ങയുടെ ആ മഹത്വത്തെപ്പറ്റി വർണ്ണിക്കുന്ന കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ശ്രദ്ധ മൂലം അങ്ങയെ വിട്ടുകൂടാതെ സ്ഥിര ഏവ വസതി, അങ്ങയിൽ അങ്ങനെ സ്ഥിരമായിട്ടിരിക്കുന്നു ലക്ഷ്മി ദേവി എന്ന് പറയാണ്. അതുകൊണ്ട് അങ്ങയുടെ മഹത്വം തന്നെയാണ് ഇവിടെ നമുക്ക് പ്രത്യേകം പരിഗണനാർഹം എന്ന് സൂചിപ്പിക്കുന്നു. ഏവം ഭൂതമനോജ്ഞതാനവസുധാ നിശ്ചന്ത സന്തോഹനം ത്വദ്രൂപം. ഏവം ഭൂതമനോജ്ഞതാനവസുധാ അനിഷ്യന്ത സന്തോഹനം. അങ്ങനെയിരിക്കുന്ന അങ്ങയുടെ ആ അമൃതാകുന്ന സൗഭാഗ്യത്തിൻ്റെ ഉറവിടമായിട്ടുള്ള പരബ്രഹ്മസ്വരൂപരസായനമായിരിക്കുന്ന അങ്ങയുടെ രൂപം, ആ വിഗ്രഹം, ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം, അത് ശൃണ്വതാം മതിം സദ്യ പ്രേരയതേ, അത് കേൾക്കുന്നവരുടെ മനസ്സിനെയൊക്കെ പെട്ടെന്ന് പ്രേരിപ്പിക്കണു. അവരറിയണില്ല എന്നർത്ഥം. ഈ രൂപത്തിൻ്റെ ഭംഗി കേൾക്കുമ്പോൾ തന്നെ അതിലേക്ക് താല്പര്യം ഉണ്ടാകുന്നു. മദയതയെ, മതിപ്പിക്കുന്നു എന്നർത്ഥം. മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആനന്ദമൂർച്ഛ എന്നൊക്കെ പറയില്ലേ, ആനന്ദാവസ്ഥയിൽ എത്തിച്ചേരുന്നു അവര്. ആനന്ദമൂർച്ഛോത്ഭവൈ, ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു ആനന്ദം അവർക്കുണ്ടാകുന്നു. അതിൻ്റെ ഫലമായിട്ട് കണ്ണിലെല്ലാം വെള്ളം നിറയുന്നു. കുളിർത്ത കണ്ണീരിൽ അതിനെ ആറാടിക്കുന്നു ഭക്തന്മാരെ. ശീതബാഷ്പ വിസരൈ വ്യാസിഞ്ചതി അപ്പി. ഭഗവാന്റെ മഹത്വത്തെപ്പറ്റി കേൾക്കുമ്പോൾ തന്നെ മനസ്സ് നിറയണമെന്നർത്ഥം. കണ്ണിലെല്ലാം വെള്ളം നിറയുന്നു. ഉത്തമ ഭക്തിയുടെ ഒരു രൂപം ഉണ്ടാകുന്നു എന്ന് കാണിക്കുകയാണ്. ശ്രവണം കൊണ്ടും മനനം കൊണ്ടും ഒക്കെ ആ രൂപം മനസ്സിൽ സ്മരിച്ചിട്ട് ആനന്ദം കൊണ്ട് കണ്ണിലൊക്കെ വെള്ളം നിറയുന്നു. മനസ്സിൽ ഉണ്ടാകുന്ന വികാരങ്ങളാണല്ലോ പല വിധത്തിലും ബാഹ്യങ്ങളിൽ ഭാവമായിട്ട് കാണുക. കണ്ണിൽ വെള്ളം നിറയുക, ആകെ ഗൽഗതകണ്ഠനാകുക, എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. ഇതൊക്കെ ഉത്തമമായിട്ടുള്ള ഭക്തിയുടെ രൂപങ്ങളാണ് എന്ന് പറയും, പരിസ്ഫുരണങ്ങളാണ് എന്ന് പറയും. അങ്ങനെയുള്ള ഭക്തി ഉണ്ടാവുക തന്നെയാണ് വേണ്ടതെന്നാണ് ഇവിടെ മേൽപ്പത്തൂര് നമുക്ക് പറഞ്ഞു തരുന്നത്. അടുത്ത 4 ശ്ലോകങ്ങളും അതാണ് പ്രത്യേകം വർണ്ണിക്കുന്നത്. എല്ലാം ഭക്തിമയമായിരിക്കണം. 3 ഉപാസനാ മാർഗങ്ങളുണ്ടല്ലോ, കർമ്മയോഗമുണ്ട്, ഭക്തിയോഗമുണ്ട്, ജ്ഞാനയോഗമുണ്ട്. അതിലേറ്റവും നമ്മൾ അവലംബിക്കേണ്ടത് ഭക്തിയോഗത്തെ തന്നെയാണ് എന്ന് അടുത്ത 4 ശ്ലോകങ്ങളിൽ വ്യക്തമാക്കണം. ഏവം ഭൂതദയാഹി ഭക്ത്യഭിഹിതവും ഭക്ത്യഭിഹിത സഹയോഗ. ഏവം ഭൂതദയാഹി യോഗീശ്വരൈ ഭക്തി അഭിഹിത സയോഗ. ഇങ്ങനെയുള്ളൊരു മനസ്സ് അലിയുന്ന ഒരവസ്ഥയാണല്ലോ ഭഗവത് രൂപം കേട്ടിട്ട് അല്ലെങ്കിൽ കണ്ടിട്ട് അല്ലെങ്കിൽ അതിനെപ്പറ്റി മനനം ചെയ്തുകൊണ്ട് ഉണ്ടാകുന്ന ഒരു മനസ്സിൻ്റെ ആർദ്രഭാവം, ആ ഒരു അനുഭൂതി, ആ ഒരു അവസ്ഥ ഭക്തി എന്നുള്ളതാണ് അതിന് പറയുക. ഈ വ്യാസനും നാരദനും മറ്റുള്ള യോഗീശ്വരന്മാരൊക്കെ അനുഭവത്തിൽ അനുഭവിക്കുന്ന അത്തരം ഒരു ഭക്തി മാർഗം, യോഗം മറ്റുള്ള മാർഗത്തെക്കാളൊക്കെ ശ്രേഷ്ഠമാണ് എന്ന് പറയുക, അത്യുത്തമമാണ്. കർമ്മയോഗ ആണെങ്കിലും ശരി, ജ്ഞാനയോഗ ആണെങ്കിലും ശരി, കർമ്മജ്ഞാനമയാൽ യോഗദ്വയാൽ ശ്രേഷ്ഠമാണ് എന്ന് പറയാം, അത്യുത്തമമാണ്, ഭൃശോത്തമതര. കർമ്മയോഗത്തേക്കാൾ ജ്ഞാനയോഗത്തേക്കാളൊക്കെ അതെല്ലാം ഭഗവത് പ്രാപ്തി മാർഗങ്ങളാണ്, സംശയമില്ല. എങ്കിലും അതിനേക്കാളൊക്കെ അത്യുത്തമമാണെന്ന് പാടി പുകഴ്ത്തിയിട്ടുണ്ട് വ്യാസനും നാരദനും എല്ലാം ഈ ഭക്തിയുടെ മഹത്വം വർണ്ണിക്കുമ്പോൾ. അങ്ങനെയുള്ള ഭഗവാനെ, ഹേ രമാവല്ലഭ, ലക്ഷ്മി ദേവിക്ക് ഇഷ്ടനായിട്ടുള്ള അല്ലയോ ഭഗവാനെ, സൗന്ദര്യരസാത്മകേ ത്വയി ഖലു. ആ ഒരു സൗന്ദര്യം ആണല്ലോ ഭഗവാന്റെ പ്രധാനമായിട്ടുള്ള രസം. സൗന്ദര്യമാകുന്ന രസമാകുന്ന സ്വരൂപത്തോടു കൂടിയ അങ്ങയിൽ പ്രേമപ്രകർഷാത്മികാ ഭക്തി, പ്രേമം കൊണ്ട്, എന്താ പറയുക, സന്തോഷം കൊണ്ടെന്ന പ്രീതി കൊണ്ട്, പരമമായിട്ടുള്ള പ്രീതി കൊണ്ട് ഉണ്ടായിട്ടുള്ള ആ ഭക്തി
വിശ്വപുരുഷൈ നിശ്രമം ഏവലഭ്യാം. സാധാരണക്കാർക്ക് എല്ലാം കിട്ടുന്നൊരു അനുഭവമാണ് ഇത് എന്ന് പറയും. ഭക്തി മൂലമുണ്ടാകുന്ന ഒരു ആർദ്രഭാവം, ആ ഭഗവാന്റെ സൗന്ദര്യമായിട്ടുള്ള ആ രൂപത്തെ മനസ്സിലിങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ടുണ്ടാകുന്ന ഭക്തിഭാവം, അത് ആർദ്രീഭവിക്കപ്പെടുന്നത് സാധാരണക്കാർക്ക് പോലും സാധിക്കുന്നതാണ് എന്നർത്ഥം. ലക്ഷ്മീദേവിക്ക് പോലും വളരെ ഇഷ്ടപ്പെട്ടതാണല്ലോ ആ രൂപം, ഭഗവാന്റെ രൂപം. ലക്ഷ്മീദേവിക്ക് പോലും മനസ്സിന് പ്രീതികരമായിട്ടുള്ള ഒരു രൂപമാണ് അത് എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ച് രമാവല്ലഭ എന്നൊക്കെ പ്രത്യേകം പറയാൻ കാരണം എന്ന് പറയാം. എന്തെങ്കിലും ഒരു കാരണവശാൽ യാദൃശ്ചികമായിട്ടാണെങ്കിലും ശരി ഗുരുവായൂരപ്പനെ ഒന്ന് തൊഴാൻ സാധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അനുഭവം, ഭക്തന്മാര് പറയാറുണ്ടല്ലോ, ഗുരുവായൂരൊന്ന് പോയി വന്നാൽ തന്നെ എന്തൊരു സുഖമായി, ഭഗവാനെ ഒന്ന് കാണാൻ സാധിച്ചു, മനസ്സ് നിറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അറിയാതെ തന്നെ വരുന്ന ഒരു സംതൃപ്തി രൂപമായിട്ടുള്ളൊരു ഭക്തി പൊട്ടിമുളയ്ക്കുന്ന അർത്ഥം. അങ്ങനെയാണ് ഭഗവാനിലേക്ക് ഭക്തി നമ്മൾ അറിയാതെ നമുക്കുണ്ടായിത്തീരുന്നത്. നമ്മൾ ഭക്തനായിട്ട് മാറിപ്പോണു ആ സന്ദർഭങ്ങളിൽ. ആ ഒരു പ്രത്യേക ഒരു ഫലം കൂടിയുണ്ട് ഗുരുവായൂർ ദർശനത്തിൽ എന്ന് സൂചിപ്പിക്കുകയാണ്. നിഷ്കാമം നിയതസ്വധർമ്മചരണം യൽ കർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യഥോപനിഷജ്ഞാനോപലഭ്യം പുനാ. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത് കർമ്മയോഗാഭിധം. നിഷ്കാമമായിട്ട് ചെയ്യുന്ന നിത്യനൈമിത്തിക കർമ്മങ്ങൾ, അതാണല്ലോ കർമ്മയോഗം എന്ന് പറയുക. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുക, അതിൻ്റെ ഫലത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കരുത്, ആരാണ് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊന്നും വേവലാതിപ്പെടരുത്. അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങൾ ദൂരേത്യഫലം, അത് വളരെ കാലം നമ്മളങ്ങനെ അനുഷ്ഠിച്ചാലാണ് നമുക്ക് ഫലം കിട്ടുക. നല്ലപോലെ അധ്വാനിക്കണം എന്നർത്ഥം. ആ കർമ്മയോഗത്തിൻ്റെ ഫലം അനുഭവിക്കണമെങ്കിൽ കർമ്മയോഗം ദീർഘകാലം അനുഷ്ഠിക്കണം. അതുപോലെ തന്നെയാണ് ജ്ഞാനയോഗം. പുനഃ യൽ ഔപനിഷജ്ഞാനോപലഭ്യം, ഉപനിഷത്തുക്കളിൽ നിന്ന് കിട്ടുന്ന അറിവൊക്കെ സമ്പാദിച്ച് ആത്മജ്ഞാനം നേടി മനസ്സിനെ വേണ്ട വിധത്തിൽ നിയന്ത്രിക്കാൻ, അതൊക്കെ വളരെ പ്രയാസമുള്ള കാര്യങ്ങളാണ്. ചിത്തസ്യ സുദുർഗമതരം, ദുർഗമമാണ് മനസ്സിനെ നിയന്ത്രിക്കുക. ചിത്തസിനെ പിടിച്ചു കെട്ടുക എന്നൊക്കെ പറയില്ലേ, മനസ്സിനെ പിടിച്ചു കെട്ടുക, അതൊക്കെ വളരെ പ്രയാസമുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഭഗവാനോട് പറയണ, ഹേ വിഭോ തസ്മാൽ പ്രേമാത്മക ഭക്തി, അങ്ങയെക്കുറിച്ചുള്ള ഭക്തി ഉണ്ടല്ലോ, ആ പ്രേമാത്മകമായിട്ടുള്ള ഭക്തി ഒന്നും ഞങ്ങൾക്കറിയില്ല ഭഗവാനെ. അങ്ങയെ കാണാനും അങ്ങയെ സ്നേഹിക്കാനും മാത്രമേ ഞങ്ങൾക്കറിയുള്ളൂ എന്നുള്ള ഭാവത്തിൽ ആ എന്താ പറയുക പുഞ്ചിരി ഒന്ന് കാണാൻ വേണ്ടി, ആ മുഖത്തൊന്ന് ചുംബിക്കാൻ വേണ്ടി ഈയുള്ളവന് സാധിക്കണേ എന്നുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, ഭക്തന്മാരുടെ പ്രാർത്ഥന. അത് തന്നെ ഞങ്ങൾക്ക് അതിമധുരവുമായിട്ട് തോന്നണത്. സതതം സ്വാദീയസി ശ്രേയസി, അതിമധുരവും അതിശ്രേയസ്കരവുമായിട്ട് തോന്നുന്നത് ആ ഭക്തിഭാവത്താൽ മാത്രമാണ് ഭഗവാനെ. മറ്റുള്ള എല്ലാം കർമ്മയോഗവും ജ്ഞാനയോഗവും ഒക്കെ അനവധി കാലം കൊണ്ട് ലഭിക്കുന്ന ഫലങ്ങളാണ്. വളരെയധികം ദുർഗമതരം ആണ് എന്ന് പറയാണ്. അത്യായാസകരാണി കർമ്മപടലാനി ആചാര്യനിര്യാന്മലാം. അത്യായാസകരാണി കർമ്മപടലാനി, വളരെയധികം ബുദ്ധിമുട്ടുള്ള കർമ്മങ്ങളൊക്കെ, അത്യായാസം, അതെല്ലാം ചെയ്തുകൊണ്ട് മനഃശുദ്ധി വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രയാസമാണല്ലോ. അതുപോലെ തന്നെയാണല്ലോ ജ്ഞാനയോഗത്തിനാണെങ്കിലും ധാരാളം ബുദ്ധിമുട്ടണം. ഭക്തിപഥേ അപ്പി, ഭക്തിയോഗത്തിനോ എന്നാൽ അത്ര ബുദ്ധിമുട്ടില്ല എന്ന് പറയുകയാണ്. ഈ ജ്ഞാനയോഗത്തിനും കർമ്മയോഗത്തിനും അധികാരികളല്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ അതിന് സാധിക്കാത്തവർ ഭക്തിയോഗത്തിന് യോഗ്യത ഉള്ളവരായിത്തീരുന്നു. ചില ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും ശരി, ഈ 3 മാർഗങ്ങളുണ്ടെങ്കിലും ശരി, ചില ആൾക്കാർ തർക്കപഥേ ക്ലിഷ്ടുവ, യുക്തിചിന്ത, ഓരോരോ ചിന്തകൾ, അതങ്ങനെയാണോ, ഇതെങ്ങനെയാണോ, ഈശ്വരനുണ്ടോ, ഇത് കാണുന്നൊക്കെ വെറുതെ പറയല്ലേ, ഇങ്ങനെയെല്ലാം ചിന്തിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ട് ചിത്താർദ്രത്വം വൃതയെ, മനസ്സിനെ വേണ്ട വിധത്തിൽ ആർദ്രത
നേടാൻ സാധിക്കാതെ മനസ്സ് അറിയാത്തവരായിട്ട് ബ്രഹ്മാഖ്യം തവപരം വപൂ, അങ്ങയുടെ ആ ബ്രഹ്മമെന്ന് പറയുന്ന നിർഗുണ സ്വരൂപം ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ കഴിയണം. ഈ നിർഗുണസ്വരൂപനായിട്ടുള്ള ഭഗവാനെ നിങ്ങൾ എങ്ങനെയാണ് രൂപത്തിൽ കാണുക, രൂപത്തിൽ എങ്ങനെയാണ് ഒതുക്കി നിർത്തുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർ വാദിക്കും. കർമ്മയോഗം അനുഷ്ഠിക്കൂ, കർമാനുഷ്ഠാനം കൊണ്ടാണ് രാഗദ്വേഷാദികളൊക്കെ പോയി കിട്ടുള്ളൂ, മനസ്സ് ശുദ്ധമായി തീരുള്ളൂ, അങ്ങനെയാണ് ജ്ഞാനയോഗത്തിന് അധികാരിയായി തീരുക എന്നൊക്കെ പറയും. അതൊക്കെ ശരി തന്നെ. ഇതെല്ലാം ഭക്തിയോഗത്തിന് സഹായകമായി തീരുകയും ചെയ്യും. പക്ഷേ ഈ നിർഗുണ ബ്രഹ്മത്തിനെ അറിയാൻ സഗുണബ്രഹ്മത്തിൽ കൂടെ ഉള്ള ഭക്തി ധ്യാനം അതൊന്നും പോരാ എന്ന് പറയുന്നത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല എന്നർത്ഥം. അന്ധമായിട്ടാണെങ്കിലും ശരി, ഗുരുവായൂരപ്പ അങ്ങയുടെ വിഗ്രഹം കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ആനന്ദം, ആ ഭക്തി, അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അനുഭവവേദ്യമാണ്. ഈ ഭക്തിയോഗത്തിന് മറ്റുള്ള ദോഷങ്ങളൊന്നുമില്ല. ആചരിക്കണതിന് ബുദ്ധിമുട്ടില്ല, കർമ്മ അനുഷ്ഠിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, ജ്ഞാനയോഗം സമ്പാദിക്കണമെങ്കിൽ ഉള്ള ബുദ്ധിയുടെ ശ്രേഷ്ഠത അല്ലെങ്കിൽ ബുദ്ധിയുടെ സാമർഥ്യം അതൊന്നും ഇവിടെ ആവശ്യമില്ല. നാമം ജപിക്കാൻ സാധിച്ചാൽ മതി ഭഗവാനെ. അങ്ങയുടെ രൂപം കണ്ട് അങ്ങയുടെ രൂപം മനസ്സിൽ ധരിച്ചുകൊണ്ട് നാമം ജപിക്കാൻ സാധിക്കണേ എന്നാണ്. ത്വൽഭക്തി സുഖധാരസാമൃതധരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി. ത്വൽഭക്തിതു, അങ്ങയിലുള്ള ഭക്തി എങ്ങനെയാ കിട്ടുക എന്ന് പറയാണ്. ഭഗവത് കഥ പറയുക, കേൾക്കുക, അങ്ങനെ രസമായിട്ടുള്ളൊരു അവസ്ഥയിൽ, ഒരു അമൃത പ്രവാഹത്തിൽ അങ്ങനെ മുഴുകിയിരിക്കുക. അവ താനേ വന്നു ചേരുന്നതാണ് ഈ ഭക്തി എന്ന് പറയുന്നത്. എത്രയോ അമ്മമാരെ നമ്മൾ കണ്ടിട്ടില്ലേ, നാമം ജപിച്ചുകൊണ്ട് രാവും പകലും എന്ന് പറയാം, വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാർ. അവരെ അറിയാതെ തന്നെ അവരുടെ ഉള്ളിൽ ഒരു ഭക്തി നിറഞ്ഞു വരുന്നു. പലരും പറയും ഇത് അന്ധമായ ഭക്തിയാണെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കളിയാക്കുന്നതായിട്ട് കാണാം. അന്ധമായിട്ടുള്ള ഭക്തിയാണെങ്കിലും ഭക്തിയല്ലേ, അതിലപ്പുറം വേറെ എന്ത് നമുക്ക് വേണം? ആ വിമലപ്രബോധ പദവി അക്ലേശതന്മതി, ആ ശുദ്ധമായിട്ടുള്ള ബ്രഹ്മജ്ഞാന മാർഗത്തെ പ്രയാസം കൂടാതെ തുറന്നു തരികയാണ് ഈ ഭക്തിമാർഗം. അത് ജ്ഞാനപൂർവ്വമാണ്, അറിവ് കൊണ്ടാണെങ്കിലും അറിവില്ലാതെയാണെങ്കിലും ശരി. ഈ ശുദ്ധമായിട്ടുള്ള ബ്രഹ്മജ്ഞാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി തരുന്നു പ്രയാസം കൂടാതെ. സദ്യസിദ്ധികരീ ജയതി, അതിൻ്റെ ഫലമായിട്ട് എന്താണ് കിട്ടുക? സിദ്ധികരീ, മുക്തി നേടാൻ സാധിക്കും എന്ന് പറയാം. ഈ ഭക്തിയോഗം മൂലം നമുക്കറിയാതെ തന്നെ ഭഗവാനെ ആശ്രയിച്ചാൽ, എന്നിട്ട് പോലും ഭഗവാൻ ഇതാ മുക്തി തരാനായിട്ട് തയ്യാറായിരിക്കുന്നു. അല്ലയോ ഗുരുവായൂരപ്പ, വിഭോ വാതാളേശ പദപ്രേമ പ്രൗഢിരസാർദ്രത സാ ഏവത്തെ ദ്രുതതനും അസ്തു. ആ ഭഗവാന്റെ പാദങ്ങളിൽ പദപ്രേമ പ്രൗഢി, ആ പ്രേമാശയമാകുന്ന ആ രസം കൊണ്ട് മനസ്സലിയുക എന്നുള്ളൊരവസ്ഥ, ആ ഒരു ഭക്തി ഉണ്ടല്ലോ, ആ ഒരു ഭക്തി മാത്രം ഉള്ളവന് വേഗത്തിൽ ഉണ്ടാക്കിത്തരാനായിട്ട് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാനിലുള്ള ഒരു കഥാരസം കൊണ്ട് മനസ്സ് വളരെയധികം ശുദ്ധമായി തീരുന്നു, മാലിന്യങ്ങളെല്ലാം അകന്നു പോകുന്നു, തന്നെ തത്വജ്ഞാനം ഉണ്ടാകും എന്നാണ് പറയുക. ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ തത്വജ്ഞാനമൊക്കെ തന്നെ ഉണ്ടാകും. അതിൻ്റെ ഫലമായിട്ട് മോക്ഷം സിദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ കർമ്മമാർഗമായാലും ശരി, ജ്ഞാനമാർഗങ്ങളായാലും ശരി, അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഭക്തിമാർഗം എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കണു. അതുകൊണ്ടല്ലയോ ഗുരുവായൂരപ്പ എല്ലാം അങ്ങയോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങക്ക് ഞങ്ങളുടെ ദുഃഖങ്ങളെല്ലാം തീർത്ത് ഞങ്ങൾക്ക് മോക്ഷം തരാനായിട്ട് സാധിക്കും. അതിന് അങ്ങ് തയ്യാറാവണേ. വാതാലയേശ്വരൻ ആണല്ലോ ഭഗവാൻ. വാതാലയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം എന്നും അർത്ഥമുണ്ടതാണ്. അതുകൊണ്ട് ശരീരത്തിൻ്റെ നാഥൻ, ശരീരത്തിന് അധീശ്വരൻ ആണ് ഭഗവാൻ. സർവാന്തര്യാമിയാണല്ലോ ഭഗവാൻ. ശരീരത്തിൻ്റെ ഉള്ളിലാണല്ലോ ഭഗവാൻ ഇരിക്കുന്നത്. അപ്പോൾ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതും അല്ലയോ ഭഗവാനെ അങ്ങ് തന്നെയാണ്. സർവവ്യാപിയാണല്ലോ അങ്ങ്. സർവാന്തര്യാമയായതുകൊണ്ട് എല്ലാ വസ്തുക്കളിലും അങ്ങയുടെ സാമീപ്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങയുടെ പ്രീതിയും
അങ്ങയിലുള്ള ഭഗവത് പ്രേമമാണ് ഞങ്ങളെയൊക്കെ ഇങ്ങനെ നിലനിർത്തുന്നത്. ഞങ്ങൾക്ക് മനസ്സിന് എന്തെങ്കിലും സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ അതെല്ലാം ഭഗവാനെ അങ്ങയുടെ സാന്നിധ്യം കൊണ്ടാണ്. എല്ലാം ഭഗവാനാണ് എന്ന് കാണാനുള്ളൊരു കഴിവാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത്. ഈ കാണുന്ന വസ്തുക്കളെല്ലാം യാതൊന്നു കൺമതതു നാരായണ പ്രതിമ എന്ന് നമുക്ക് തോന്നാൻ വേണ്ടി ആ ഒരു ഭക്തി, എല്ലാ വസ്തുക്കളും ഭഗവന്മയമാണ് എന്ന് കണ്ട് ആരാധിക്കാൻ, യാതൊന്നു കേൾക്കാത്തത് നാരായണ ശ്രുതികൾ എന്നല്ലേ പറയാം, യാതൊന്നു ചെയ്വതൊക്കെ നാരായണ അർച്ചനകൾ. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ആനന്ദിക്കുവാനുള്ള ഒരു കഴിവ്, അത് ഭഗവാനെ അങ്ങയുടെ ഗുരുവായൂരപ്പ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ അത് ഉണ്ടാവുള്ളൂ. അത് ഈ ഉള്ളവനെ തന്ന് അനുഗ്രഹിക്കാൻ കഴിവുണ്ടാകണേ, കനിവുണ്ടാക്കിത്തരണേ, കനിവുണ്ടാകണേ അങ്ങേക്ക് എന്ന് ഇതാ ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നു. നമുക്കതുപോലെ തന്നെ പ്രാർത്ഥിക്കാം. ഭഗവാനോട് നേരിട്ടൊരു സംബോധന ചെയ്ത് പ്രാർത്ഥിക്കുന്ന വിധത്തിലാണ് ഇവിടെ ഭട്ടതിരിപ്പാട് ശ്ലോകങ്ങളെ അത് രൂപീകരിച്ചിട്ടുള്ളത്. നമുക്കും ആ ശ്ലോകങ്ങളുടെ അർത്ഥങ്ങളിൽ കൂടെ ആ അർത്ഥങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവത് സ്മരണ നിലനിർത്താനും ഭഗവാനിൽ ഭക്തി ഉണ്ടാകാനും വേണ്ടിയിട്ട് ശ്രമിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 10 ശ്ലോകങ്ങളുടെ വളരെ ചുരുക്കിയിട്ടുള്ള ഒരു വ്യാഖ്യാനം അറിയാവുന്ന വിധത്തിലൊക്കെ ഭഗവത്പാദങ്ങളിൽ ഇതാ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.